ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഈ രണ്ട് ചെറിയ പ്രൊഡക്റ്റിനെ പരിചയപ്പെട്ടാലോ. ഇത് വാട്ടർ കളറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നോട്ട്ബുക്കാണ്. ഭയങ്കര ഗുഡ് ക്വാളിറ്റിയാണ്. പ്രൈസ് അത്യാവശ്യം ഉണ്ടെങ്കിലും വേർത്ത് തന്നെയാണ് കേട്ടോ. ഈച്ച് ആൻഡ് എവറി പേജിൻ്റെയും തിക്നെസ് വന്നിട്ട് 300 GSM ആണ് വരുന്നത്. വെള്ളം ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ പറയുക വേണ്ട, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആർട്ടൊക്കെ നല്ല രീതിക്ക് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതാണ്. പിന്നെ ഇത് സ്പൈറൽ ടൈപ്പ് ആയതുകൊണ്ട് ബാക്കിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. ഓരോ നോട്ട്ബുക്കിലും 12 പീസ് ഓഫ് ഷീറ്റ്സ് ആൻഡ് A5 സൈസ് ഓഫ് പേപ്പേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പിക്ചർ തീമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഫാബ്രിക് കാസ്റ്റർ വാട്ടർ കളറാണ്. 12 കളേഴ്സ് ആൻഡ് 1 ബ്രഷാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ആയാലോ. ഇത് ഞാൻ പിൻട്രസ്റ്റ് നോക്കി വരച്ചെടുത്തൊരു പിക്ചറാണ്. ഒരുപാട് കാലമായി വാട്ടർ കളറിംഗ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെ വരും എന്താ എന്നൊരു യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കളറിങ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ. ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങി അതൊന്ന് യൂസ് ചെയ്യുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അതിൻ്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിക്ചർ പെൻസിൽ കൊണ്ട് വരച്ചപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ കളറിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവാത്ത പോലെ, എവിടെയോ എന്തൊരു തകരാറുണ്ടല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ജസ്റ്റ് പ്രൈസ് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.